ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എടുക്കാം. Okay, so first question. Three numbers are in the ratio 3:5:7 and their LCM is 840. Find the HCF of these numbers. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതായത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നാം, ബട്ട് സിമ്പിൾ ആണ്. ശ്രദ്ധിക്കേ, 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 നമ്പേഴ്സിന്റെ റേഷ്യോ, നമ്പേഴ്സ് അല്ല റേഷ്യോ തന്നിട്ടുണ്ട് 3:5:7 ആണ്. ആൻഡ് ഈ നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 840 ആണെന്ന് തന്നിട്ടുണ്ട്. തന്ന സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് കാണാൻ പറ്റുള്ള HCF ആണ്. അപ്പൊ ആദ്യം LCM and HCF എന്താണെന്ന് അറിയണം. എന്തായിരുന്നു LCM? LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന 3 നമ്പേഴ്സും കോമൺ ആയിട്ട് ഡിവൈഡ് ആയി പോകുന്ന ഒരു നമ്പറാണ് LCM എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലെറ്റ്സ് എക്സാമ്പിൾ ആയിട്ട് ആവണ്ട, ഇപ്പൊ ഈ 3, 5, 7 ആണ് നമ്പേഴ്സ് നിൽക്കുക. റേഷ്യോ ആണ്, ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. 3, 5, 7 ആണ് LCM. 3, 5, 7 ആണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്. അതിന്റെ LCM എന്ന് പറയുന്നത് ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ LCM ലെറ്റ്സ് ഞാൻ പറയുന്ന ഒരു 38 ആണ് അതിന്റെ LCM എന്ന് വെക്കുക. അങ്ങനെ 38 അതിന്റെ LCM ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആണെങ്കിലും 5 ആണെങ്കിലും 7 ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് 38 കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ആയി പോകും. അതാണ് LCMന്റെ അർത്ഥം. സോ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന 3 നമ്പേഴ്സും കോമൺ ആയി ഡിവൈഡ് ആയി പോകുന്ന വലിയൊരു നമ്പറിനെയാണ് LCM എന്ന് പറയുന്നത്. ഇനി എന്താ HCF എന്ന് പറയുന്നത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഈ 3 നമ്പേഴ്സിലും കോമൺ ആയിട്ട് പോകുന്ന ഡിവൈഡ് ആയി പോകുന്ന നമ്പറാണ് കേട്ടോ. HCF LCM വ്യത്യാസമുണ്ട്. LCM എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പേഴ്സും തന്ന 3 നമ്പേഴ്സും കോമൺ ആയി ഡിവൈഡ് ആയി പോകുന്ന ഒരു നമ്പറാണ് LCM എന്ന് പറയുന്നത്. സോ LCM എന്തായിരിക്കും? തന്ന നമ്പേഴ്സിനേക്കാൾ ഒന്നില്ലെങ്കിൽ തന്ന ഗ്രൂപ്പിൽ ഏറ്റവും വലുതായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കും LCM എന്ന് പറയുന്നത്. HCF എന്ന് പറയുന്നതോ തന്ന 3 നമ്പേഴ്സിലും കോമൺ ആയി പോകുന്ന നമ്പറാണ്. തന്ന 3 നമ്പേഴ്സിലും കോമൺ ആയിട്ട് ഡിവൈഡ് ആയി പോകുന്ന നമ്പറാണ് HCF എന്ന് പറയുന്നത്. സോ HCF എന്താണ്? ചെറുതാണ് വരിക. ഒന്നില്ലെങ്കിൽ തന്ന 3 നമ്പേഴ്സിലെ ചെറുതോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആണ് HCF വരിക. അപ്പോ ഈ HCF എന്ന് പറഞ്ഞ LCMനേക്കാൾ ചെറുതായത് കൊണ്ട് നമുക്ക് LCMൽ എന്തായാലും HCF ഡിവൈഡ് ആയി പോകുമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ പെൻ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക. 3 നമ്പേഴ്സിന്റെ റേഷ്യോ എത്ര പറഞ്ഞിട്ടുള്ളത്? 3, 5, 7 ആണ്. സോ ജസ്റ്റ് നമുക്ക് ഈ 3 × 5 × 7 എത്രയാ വരിക? 3 × 5 പറയുമ്പോൾ 15, 15 × 7 എന്ന് പറയുമ്പോൾ 105 ആണ് അല്ലെ. ഈ 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 105 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ആൻഡ് LCM 840 ആണെന്ന് പറഞ്ഞു. HCF ആണ് നമുക്ക് അറിയാത്തത്. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 3 നമ്പേഴ്സിന് മൾട്ടിപ്പിൾ എടുക്കുക. അതായത് 105 ഇതേ ഇൻറ്റു HCF എന്ന് പറയുന്നതാണ് ആക്ച്വലി അതിന്റെ LCM വരിക. ഇത് ഇക്വേഷൻ ആണ് കേട്ടോ. അങ്ങനെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതൊരു ഇക്വേഷൻ ആണ്. സോറി, അതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് വരുന്ന. 2 വൃത്തിയിൽ വരയ്ക്കട്ടെ. സോറി, കൺട്രോൾ സെറ്റ് വർക്ക് ആവുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ടിൽ വരുന്ന ഇക്വേഷൻ ആണ്. റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോനെ നിങ്ങൾ 3 നമ്പേഴ്സിന്റെ റേഷ്യോ ആണെങ്കിൽ ആ 3 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. 3 റേഷ്യോന്റെ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഇൻറ്റു HCF ആണ് അതിന്റെ LCM എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ പ്രകാരം എന്ത് വരും? 105H is equal to 840 അല്ലെ. 840 ആണെന്ന് പറഞ്ഞു. അപ്പൊ H എന്താണ് വരിക? 840 ഹരിക്കണം 105. സോ 105 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര എണ്ണം പോവും? 5 ആകുമ്പോൾ 40 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? കറക്റ്റ് പോവും. ഓക്കെ, സോ 8 ആണ് വരിക അല്ലെ. 840 ഹരിക്കണം 105, അതായത് 105 × 8 ആണ് എന്ത് വരിക? 840 വരും. 100 × 8 800 വരും. ദെൻ 5 × 8 എന്ത് വരും? 40 വരും. സോ 840 എന്ന് പറയും. 8 ആണ് ആൻസർ വരിക. എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഇതിൽ കുറച്ചെങ്കിലും പേർക്ക് ഇപ്പോഴും ക്ലിയർ ആവാത്ത ഉണ്ടാവില്ലേ? LCM HCF വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവാത്തവർ ഇപ്പോഴും ഉണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഏകദേശം ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലൊക്കെ വെച്ച് പഠിച്ചതാണ് ഈ HCFും LCM ഒക്കെ. അതിൻ്റെയൊക്കെ ബേസ് നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നമ്മളൊരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൊമോഷൻ നല്ല, കാരണം ഫ്രീ ആയിട്ട് ക്ലാസ് ആണ്. അതായത് നമ്മളൊരു വീഡിയോ സീരീസ്, ഈ പക്ക ബേസിക്സ് മാത്സിന്റെ ബേസ് അറിയാത്ത കുറേ പേരുണ്ട്. സോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സീരീസ് എന്ന് പറയുമ്പോൾ ടെലഗ്രാമിലൂടെയാണ്. ടെലഗ്രാമിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫ്രീ ക്ലാസ് ആണ്, നമ്മൾ പൈസ ഒന്നും വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ക്ലാസ് ആണ്. ബേസിക്സ് ആണ് അതിൽ പറയുന്നത്, മാത്സിന്റെ പക്ക ബേസിക്സ്. നെറ്റിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക്സും നമ്മളതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 70 to 90. ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ
നിങ്ങൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ചിലവർക്കെങ്കിലും ഇതിന്റെ ഷോർട്ട് കട്ട്സ് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. പക്ക സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ആവറേജ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 70 to 90 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കയ്യിൽ കൂട്ടാൻ പറ്റും. അതായത് 70 മുതൽ 90 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതാണ് നമുക്കറിയാം. ഞാൻ നിങ്ങൾ ഓർഡിനറി ഒരു പേഴ്സൺ ചെയ്യുന്ന പോലെ ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോൾ ഫസ്റ്റ് പ്രൈം നമ്പർ ഇവിടെ എവിടെയാണ് 71 ആണ് വരിക. ദെൻ 71 കഴിഞ്ഞുള്ള പ്രൈം 73 ആണ്. ദെൻ എന്താ പ്രൈം നമ്പർ നിങ്ങൾക്ക് അറിയില്ലേ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു നമ്പർ കൊണ്ടും ഈ പറയുന്ന നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത്ര നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് കേട്ടോ. സോ ഇനി 73 കഴിഞ്ഞാൽ പിന്നെ പ്രൈം വരുന്നത് ഏതാണ്? 74 പോവും, 75 പോവും, 76 പോവും, 77 പോവും, ദെൻ 78 പോവും, 79 പ്രൈം ആണ്. 79 കഴിഞ്ഞാൽ പിന്നെ 83 ആണ് പ്രൈം വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ 89 പ്രൈം ആണ്. 87 കേട്ടോ, 89 അല്ല പറഞ്ഞത് മാറിയതാണ്. 89 ഡിവൈഡ് ആയി പോകുന്ന നമ്പറാണ്. 87 ആണ് ദെൻ പ്രൈം വരുന്നത്. സോ ഇത്രയും നമ്പേഴ്സ് ആണ് ഇതിന്റെ ഇടയിൽ 70 to 90 ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ് 5 എണ്ണം. സോ ഇതിന്റെ ആവറേജ് എങ്ങനെ കാണാം? ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ടോട്ടൽ ഉണ്ട്? 5 എണ്ണം. സോ ഡിവൈഡ് ബൈ 5. അപ്പോൾ 71 + 73 + 79 + 83 + 87 എന്ന് പറയുമ്പോൾ 70 70 70 80 80. ദെൻ 3 1 9 3 7 എന്ന് പറയുമ്പോൾ മൊത്തം ഏകദേശം എത്ര വരും? 395 ആണ് വരിക. 395 ഡിവൈഡഡ് ബൈ 5, അതായത് 79 അല്ലേ? 395 ആയിരിക്കണം. 5 എന്ന് പറയുമ്പോൾ 79 ആണ് ആൻസർ വരിക. ഇങ്ങനെയാണ് നിങ്ങൾ നോർമലി ചെയ്യുക. ഈ ഒരു കേസിൽ ഞാൻ പറയാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ആകെ 5 നമ്പേഴ്സ് ഇതിനിടയിൽ വരുന്നുള്ളൂ. ബട്ട് സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുക, അപ്പോൾ ലെറ്റ്സ് സേ 20 മുതൽ 90 വരെയുള്ള നമ്പേഴ്സിന്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിന്റെ ആവറേജ് ആണ് ചോദിച്ചാലോ? 20 മുതൽ 90 വരെ അറിയുമ്പോൾ കുറേ പ്രൈം നമ്പേഴ്സ് വരും. എല്ലാം നമ്മളിങ്ങനെ എഴുതിയിട്ട് ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സമയം നമ്മുടെ നഷ്ടമാവും. നമുക്ക് നെറ്റ് എക്സാമിന് അധികം സമയമൊന്നും കളയാം. നമുക്ക് മാക്സിമം പെട്ടെന്ന് ആൻസർ കിട്ടണം. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ആ ഷോർട്ട് കട്ട് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താം കേട്ടോ. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തുള്ളൂ. കാരണം നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ സഹായിക്കണ്ടല്ലേ. അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. 70 to 90 വരെയുള്ള നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈം ഇക്വേഷൻ കണ്ടത് ഫസ്റ്റ് പ്രൈം നമ്പർ ഇവിടെ പ്രൈം ആയതുകൊണ്ട് ഫസ്റ്റത്തെ പ്രൈം നമ്പർ എത്രയാണ്? 71 ആണ്. പ്ലസ് ലാസ്റ്റ് വരുന്ന പ്രൈം നമ്പർ എത്രയാണ് ഇവിടെ? 87 ആണ് അല്ലെ? ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഫസ്റ്റ് പ്രൈം നമ്പർ പ്ലസ് ലാസ്റ്റ് പ്രൈം നമ്പർ ബൈ 2. സോ 87 71 എത്രയാണ്? 80 70 എന്ന് പറയുമ്പോൾ 158. 158 ആയിരിക്കണം 2. 158 ആയിരിക്കണം 2 പറഞ്ഞാൽ എന്താ വരിക? നോക്കിക്കോളൂ. ഇവിടെ 7 ആണ്, 14 വന്നു, ബാക്കി 1 8, 18 എത്ര? 9 വരും, 79 ആൻസർ കിട്ടി. എത്ര വേഗം കിട്ടി? ഈ കണ്ട കാൽക്കുലേഷൻസും ഒന്നും ചെയ്യണ്ട. നമുക്ക് നെറ്റിൽ മാക്സിമം ഷോർട്ട് കട്ട് മെത്തേഡ്സ് എടുക്കുക. അല്ലാണ്ട് ലെങ്ത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാന്നുള്ളതല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എത്രത്തോളം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആണ് നെറ്റിന് വേണ്ടി കേട്ടോ. ഇപ്പൊ നിങ്ങൾ കുറെ കാലമായിട്ട് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, സ്റ്റിൽ നെറ്റ് ക്രാക്ക് ചെയ്തിട്ടില്ല എന്ന് പരാതി പറയുന്നവർ. അപ്പൊ അവരൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, ഞാനിങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണോ ചെയ്യുന്നേ എന്നുള്ളത്. ഞാൻ പറയാം, നെറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് തന്നെ വേണം. കാരണം നിങ്ങൾ കുറെ ലോങ് മെത്തേഡ്സ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ് നമുക്ക് മസ്റ്റ് അവിടെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, നമ്മൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെയാണ് ഞാൻ പറഞ്ഞ വീഡിയോ സീരീസിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ താല്പര്യമുള്ളവർ എന്തായാലും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കോഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. കാരണം ഫ്രീ ക്ലാസ്സുകളാണ്. എന്തായാലും ടെലഗ്രാമിലുള്ള ഫ്രീ ക്ലാസ് ആണ്. താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്തോളൂ കേട്ടോ. സോ ഈ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് നെറ്റിലെ പേപ്പർ 1 നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ള പോർഷൻസ്, അത് ക്ലിയർ ആവാൻ ഉള്ള പോർഷൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കണ്ടന്റ്, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പറയുകയാണെങ്കിൽ ആ സ്പെസിഫിക് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് ഈ വീഡിയോസ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് കമന്റിലൊന്ന് അറിയിക്കുക. നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. മാക്സിമം നിങ്ങളുടെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.